ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, ഓപ്ഷണൽ മൊഡ്യൂളിലെ ഫസ്റ്റ് എ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. എ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ 2 മൊഡ്യൂളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് എടുത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ 2 മൊഡ്യൂൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ എ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലീനിങ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽസ്, വൃത്തിയാക്കലും അതിനുള്ള ഉപകരണങ്ങളും, ക്ലീനിങ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് തരാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ക്ലാസ് എടുത്ത് തരണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇങ്ങനെ ഇരുന്ന് പഠിക്കാനൊന്നുമില്ല. വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ക്ലീനിങ് ആണ്, എങ്ങനെ ക്ലീൻ ചെയ്യണം, ക്ലീനിങ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിന് കുറച്ചിങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. ക്ലീനിങ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യപടിയായിട്ടുള്ളതുമായ കാര്യമാണ്. പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പൊടിയും ചെളിയും അഴുക്കും നീക്കം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ക്ലീനിങ് എന്ന് പറയാം. വീട്ടിലുള്ള പൊടിയും അഴുക്കൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്ലീനിങ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഈ പൊടിയും അഴുക്കും? പൊടിയും അഴുക്കും എന്നൊക്കെ പറയുന്നത് ഉണങ്ങിയ തുണി കൊണ്ട് നീക്കം ചെയ്യാവുന്നതും വായുവിലൂടെ നീങ്ങി ഏതു പ്രതലത്തിലും കാണപ്പെടാവുന്നവയുമാണ് പൊടി എന്ന് പറയുന്നത്. നനവ് കൊണ്ടോ മെഴുക്ക് കൊണ്ടോ ഏതെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയെയാണ് അഴുക്ക് എന്ന് പറയുന്നത്. പൊടി എന്ന് പറയുന്നത് നമുക്ക് വെറുതെ തട്ടിക്കളഞ്ഞ പോകുന്നതാണ്. ഇങ്ങനെ തട്ടിക്കളഞ്ഞ പോവാതെ എന്താണ്, വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മെഴുക്ക് കൊണ്ടോ പിടിച്ചിരിക്കുന്നതിനെയാണ് അഴുക്ക് എന്ന് പറയുന്നത്. ഇനി ക്ലീൻ ചെയ്യാനുള്ള മാർഗങ്ങൾ. അപ്പോൾ അതിലൊന്നെന്ന് പറഞ്ഞാൽ ഡസ്റ്റിങ്. വെറുതെ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളയുക, അതിനെയാണ് എന്ത് പറയുക? തുണികളോ ഉണങ്ങിയ തുണിയൊക്കെ വെച്ച് തട്ടിക്കളയുക, അതിനെയാണ് എന്ത് പറയുക? ഇപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ, അതിനെയാണ് ഡസ്റ്റിങ് എന്ന് പറയുക. രണ്ടാമത്തേന്ന് പറയുന്നത് ഷെയ്ക്കിങ് ആൻഡ് ബീറ്റിങ്. ഇപ്പോൾ ചവിട്ടി പോലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ തല്ലും, അല്ലെങ്കിൽ വല്ലാതെ ചൂലിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ അടിക്കും. അതിനെയാണ് എന്ത് പറയുക? ഷെയ്ക്കിങ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊടയും അല്ലേ എടുത്തിട്ട്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഷെയ്ക്കിങ് എന്ന് പറയാം. മൂന്നാമത്തത് സ്വീപ്പിംഗ്, അടിച്ചു വാരാ അല്ലേ, നമ്മൾ ചൂലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രഷോ ചൂലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിയും സാധനങ്ങളൊക്കെ അടിച്ച് വാരും. നാലാമത്തത് മോപ്പിംഗ്, എന്താ ചെയ്യുക? നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക. 5 വാഷിംഗ്. അപ്പോൾ ചില തറകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റയം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് ചൂലൊക്കെ ഉപയോഗിച്ച് അടിച്ച് കഴുകും. രണ്ടാമത്തത് പോളിഷിംഗ് ആണ്. വസ്തുവിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? പോളിഷ് ചെയ്യും. പല പല സാധനങ്ങൾ വെച്ചിട്ട് അതിനെ പോളിഷ് ചെയ്യും. ഇപ്പം നമ്മളെന്താണ്, തുടയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ എല്ലാം കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ടൈലൊക്കെ നല്ല ഇങ്ങനെ തിളങ്ങുന്ന രീതിക്ക് ഒഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ്, അതൊക്കെ നല്ല തിളക്കത്തിൽ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? മെത്തേഡ്സ് ഓഫ് ക്ലീനിങ്, എങ്ങനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളത്, മെത്തേഡ്സ് ഓഫ് ക്ലീനിങ്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. ഒന്നെന്താണ്? ഡസ്റ്റേഴ്സ്, കനം കുറഞ്ഞ തുണിയോ അല്ലെങ്കിൽ കമ്പിളി തുണിയോ അല്ലെങ്കിൽ ചില മോപ്പുകളൊക്കെ കിട്ടും, അതൊക്കെയാണ് ഡസ്റ്റേഴ്സ് എന്ന് പറയാം. ഇനി ഡസ്റ്റ് പാൻ, അടിച്ച് വാരി, ഇങ്ങനെ അടിച്ച് നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതിങ്ങനെ വാരി കളയുന്ന സാധനം, അതിനെയാണെന്ന് പറയുക ഡസ്റ്റ് പാൻ. പിന്നെ മോപ്പ് എന്ന് പറയുന്നത് നമ്മൾ തുടയ്ക്കുന്ന തുണിയില്ലേ, അതാണ് കട്ടിയുള്ള കോട്ടൺ തുണി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പോളിഷിംഗ് ക്ലോത്ത്, കമ്പിളി പോലുള്ളതാണ്, വെള്ളം വലിച്ചെടുക്കാനൊക്കെ പറ്റുന്ന തുണികളായിരിക്കും. പിന്നെയുള്ളത് ബ്രൂം, ചൂല് അടിച്ചു വാരാനായിട്ട്. പിന്നെയുള്ളത് ബ്രഷസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മാറാലടിക്കുന്നതും അതല്ലാതെ ജനലടിക്കുന്നതും അങ്ങനെ പലതരത്തിലുള്ള ബ്രഷുകൾ ഉണ്ട്. പിന്നെ ബക്കറ്റ്, ബേസിൻസ്, ബക്കറ്റും അതുപോലെയുള്ള വേറെ പാത്രങ്ങളൊക്കെ. ഡസ്റ്റ് ബിൻസ്, ഇതൊക്കെ കൊണ്ടിടാൻ എന്ത് വേണം? ഒരു ഡസ്റ്റ് ബിൻ വേണം. പിന്നെ നമ്മളെന്താണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വാക്വം ക്ലീനർ, അത് വെച്ചിട്ട് ഇങ്ങനെ വേഗം മിനിറ്റുകൾ കൊണ്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, വാക്വം ക്ലീനർ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ്. നേരത്തെ നമ്മൾ മെത്തേഡ് ഓഫ് ക്ലീനിങ് ആണ് കണ്ടത്. ഇനി എന്താണ് ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ്? നമ്മൾ ഫസ്റ്റ് കണ്ടത് ക്ലീനിങ് മെത്തേഡുകളാണ്. ഇനി വേറെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം? ഒന്നെന്താണ്? വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം.
രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. പലതരത്തിൽ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അത്. ഇനി ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ക്ലീനിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ ക്ലീനിങ്. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കളയാം, അല്ലെങ്കിൽ എന്താണ് വെള്ളത്തിൽ മുക്കി തുടയ്ക്കാം. പിന്നെയുള്ളത് ഡിറ്റർജൻസ്, എന്തെങ്കിലും ലിക്വിഡുകളോ അല്ലെങ്കിൽ സോപ്പും പൊടികളോ ഒക്കെ വെച്ച് നമുക്ക് കഴുകി കളയാം. പിന്നെയുള്ളത് എന്താണ് ആസിഡ്സ്, ഇപ്പോൾ വിനാഗിരി, നാരങ്ങ നീര് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കറ കളയാനായിട്ട് നമുക്ക് ടോയ്ലറ്റ്സും സിങ്കൊക്കെ അതിൻ്റെ കറ കളയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളത് ആൽക്കലീസ്. ആൽക്കലീസ് എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡ, അതൊരു ആൽക്കലിയാണ്. അപ്പോൾ ഗ്രീസിൻ്റെ കറകൾ ഒക്കെ കളയാനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലീച്ച് എന്ന് പറയുന്നത് തുണികളുടെ കറ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയുള്ളത് സോൾവൻസ്, വാക്സ്, ഗ്രീസ് അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പോളിഷ് ചെയ്യാം, കുറച്ചും കൂടി തിളക്കം വെപ്പിക്കാൻ വേണ്ടിയിട്ട് തറ പോളിഷ് ചെയ്യാം. ഫർണിച്ചർ, ലെതർ, മെറ്റൽ അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ നമ്മൾ പോളിഷ് ചെയ്ത് അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനിങ് ചെയ്യാം. മറ്റേതെന്താണ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാം എന്നുള്ളത്, ഇതിന് തന്നെ വേറൊരു രീതി. ഇനി നമുക്ക് കുറച്ച് റെസിപ്പി ഉണ്ടാക്കാം. റെസിപ്പി എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യാനുള്ള, നമ്മുടെ വീട്ടിൽ പോളിഷ് ചെയ്യാനുള്ള റെസിപ്പീസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ ഒന്നും കൂടി തിളക്കം വെപ്പിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് തിളക്കം വെപ്പിക്കാം എന്നുള്ളത്. ഇപ്പോൾ ഫർണിച്ചർ തിളക്കം വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വാക്സ് എടുക്കുക, 50 ഗ്രാം വാക്സ് എടുക്കുക, 30 ml ടർപ്പൻറ്റൈൻ എടുക്കുക. അങ്ങനെ ഒരു വാക്സ് ഒരു പാനിലിട്ട് അതിങ്ങനെ ചൂടാക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, ടർപ്പൻറ്റൈൻ ഒഴിക്കുക. എന്നിട്ട് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഹീറ്റാക്കുക. അതായത് വെള്ളം ചൂടാവുന്നതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഈ വാക്സ് ചൂടാക്കേണ്ടത്. ടർപ്പൻറ്റൈൻ ഒഴിച്ചിട്ട് അതിൽ ടർപ്പൻറ്റൈൻ ഒഴിക്കുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കി പിന്നെ അത് കൂൾ ചെയ്യാൻ വെക്കുമ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിലാവും. ആ പേസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫർണിച്ചറിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല പോളിഷ് ചെയ്ത പോലെ ഇരിക്കും. ഇനി വേറെ ഒരു ഫർണിച്ചർ ഇത് ക്രീം പോലെ ഉണ്ടാക്കിയത്. ഇനി വേറൊരു പോളിഷ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻസീഡ് ഓയിൽ 50 ഗ്രാം, ടർപ്പൻറ്റൈൻ 30 ml, വിനീഗർ 30 ml, മെത്തിലേറ്റഡ് സ്പിരിറ്റ് 30 ml എടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫർണിച്ചറിലൊക്കെ കൊണ്ടുപോയിട്ട് തുടയ്ക്കാം. ഇനി മെറ്റൽസ് ഉണ്ടാവില്ലേ, മെറ്റലിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും, അത് പോളിഷ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ സോപ്പ്, 1 ടീസ്പൂൺ അമോണിയ, 2.5 കപ്പ് ബോയിലിംഗ് വാട്ടർ, തിളച്ച വെള്ളം, പിന്നെ ബാത്ത് ബ്രിക്ക് കട്ട 50 എണ്ണം എടുക്കുക. ഇതൊക്കെ കൂടെ ചെയ്യുക, ബോയിലിംഗ് വാട്ടറിൽ സോപ്പ് ആദ്യം ബോയിലിംഗ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അതിലേക്ക് ബാത്ത് ബ്രിക്ക് ഇടുക, പിന്നെ അമോണിയ ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ തണുപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് അവിടെ കുറച്ച് അതിനെ പോളിഷ് ചെയ്യുക. ഇത് അങ്ങനെ നോക്കണമെന്നില്ല, ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഇനി നമ്മൾ കോപ്പർ ക്ലീൻ ചെയ്യാനായിട്ട്, കോപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ വിളക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിളക്കം വെപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുക. 4 ടീസ്പൂൺ മണ്ണെടുക്കുക, ഏതെങ്കിലും ഫ്ലോർ 2 ടീസ്പൂൺ എടുക്കുക, ഉപ്പെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു ജാറിലിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിനൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക. അപ്പം ഇങ്ങനെയാണ് പല പോളിഷ് ചെയ്യാനുള്ള പോളിഷുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഡെയിലി ക്ലീനിങ്ങിൻ്റെ പ്രൊസീജിയർ, ഇതൊന്നും വലിയ കാര്യമായിട്ട് പഠിപ്പിക്കാനൊന്നുമില്ല കേട്ടോ, നമുക്ക് വായിച്ചെടുത്താൽ തന്നെ എഴുതാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഡെയിലി ക്ലീനിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് മുറിയുടെ ജനലുകളെല്ലാം തുറന്നിട്ട് ശുദ്ധമായി കടക്കുവാനായിട്ട് അനുവദിക്കുക. മുറിയിലെ ഡസ്റ്റ്ബിൻ, ആഷ്ട്രേ മുതലായ വൃത്തിയാക്കുകയും ചായക്കപ്പ് പോലുള്ള മുറിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യുക. തറ അടിച്ചു വാരുക. മുറിയിലെ ഫർണിച്ചറുകളെല്ലാം പൊടി തട്ടുക. കാർപ്പറ്റ് വൃത്തിയാക്കുക. എല്ലാ സ്ഥലവും തുണി നനച്ച് തുടയ്ക്കുക. മേശവിരി, ബെഡ്ഷീറ്റ്, ബാത്റൂം ടവൽ മുതലായവ മാറ്റി വിരിക്കുക. മുറിയിലെ എല്ലാം നമുക്ക് തൃപ്തിയാവുന്ന രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അടുക്കളയും വൃത്തിയാക്കേണ്ടതാണ്. ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം മാറ്റുക. ഗ്യാസ് സ്റ്റൗ, മറ്റു ഉപകരണങ്ങൾ എന്നിവ തുടച്ച് വൃത്തിയാക്കുക. പാത്രങ്ങൾ കഴുകി വയ്ക്കുക. തറ അടിച്ചു വാരുക. ഡസ്റ്റ്ബിൻ കഴുകി വൃത്തിയാക്കി പേപ്പർ ബാഗ് ഇട്ട് വയ്ക്കുക. അണുനാശിനി ഉപയോഗിച്ച് അടുക്കള വൃത്തിയാക്കുക. ഇതിപ്പോൾ ഒരു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വായിച്ച് നോക്കുക, ചോദ്യം വരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാമല്ലോ.
ഇനി ആഴ്ചതോറും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആഴ്ചതോറും എങ്ങനെ ചെയ്യുക? ശുദ്ധവായു കടക്കാൻ വേണ്ടി ജനലുകളൊക്കെ തുറന്നിടുക, ഡസ്റ്റ്ബിൻ, ആഷ്ട്രേ മുതലായ വൃത്തിയാക്കുകയും ചായക്കപ്പ് പോലുള്ള മുറിയിൽ ആവശ്യമില്ലാത്തതൊക്കെ നീക്കം ചെയ്യുക, മുഷിഞ്ഞ തുണികളെല്ലാം മാറ്റുക, മുറികളിലെയും ഫർണിച്ചറുകളിലെയും കറകൾ നീക്കം ചെയ്യുക, മുറിയിലെ എല്ലാ സാധനങ്ങളും തുടച്ചു വയ്ക്കുക, കാർപ്പറ്റ് വൃത്തിയാക്കുക, മുറി അടിച്ചു വാരി തുടയ്ക്കുക. അടുക്കളയും ഇതുപോലെ വൃത്തിയാക്കേണ്ടതാണ്. അടുക്കളയിലെ ഷെൽഫുകൾ വൃത്തിയാക്കുക, ടിന്നുകളും വീപ്പകളും വൃത്തിയാക്കുക, ന്യൂസ് പേപ്പർ മാറ്റുക, കബോർഡിൻ്റെ വാതിലുകൾ തുണി നനച്ച് തുടയ്ക്കുക, ടൈൽസ് വൃത്തിയാക്കുക. ഇനി വർഷം തോറും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. വർഷം തോറുമുള്ളത്, അതായത് ഫസ്റ്റ് നമ്മൾ ഡെയിലി ഉള്ള പ്രൊസീജിയർ, വീക്ക്ലി പ്രൊസീജിയർ, പിന്നെ വരുന്നത് എന്താണ്? ആനുവൽ ക്ലീനിങ് പ്രൊസീജിയറാണ്. ആനുവൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വായുസഞ്ചാരം ഉറപ്പാക്കുക, കർട്ടൻ ഉൾപ്പെടെ എല്ലാ തുണികളും മുറിയിൽ നിന്നും മാറ്റുക, മുറിയിലെ ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും മാറ്റി തുടച്ച് വൃത്തിയാക്കുക, മുറി അടിച്ചു വാരുക, എന്തെങ്കിലും മെയിൻ്റെനൻസ് ജോലികൾ, എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക, പോളിഷ് ചെയ്യേണ്ടതെല്ലാം പോളിഷ് ചെയ്യുക, കാർപ്പറ്റ് വൃത്തിയാക്കി വെയിൽ കൊള്ളിക്കുക, ഫർണിച്ചറിൻ്റെ സ്ഥാനം ഒന്നുകൂടി പുനഃക്രമീകരിക്കുക. അടുക്കളയിലാണെങ്കിലോ അടുക്കള കാലിയാക്കുക, അടുക്കള സാധനങ്ങൾ വെയിലത്തിട്ട് ഉണക്കുക, ചുക്കിലി വല തുടയ്ക്കുക. അത് നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അത് ചെയ്യുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ വൃത്തിയാക്കുക, ടൈല് വൃത്തിയാക്കുക, കീടനാശിനി എല്ലാ കോണുകളിലും ഉപയോഗിക്കുക, കിച്ചൺ കൗണ്ടറുകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക, കറകളെല്ലാം വൃത്തിയാക്കുക, അയഞ്ഞ തുണികൾ മുറുക്കുക, അയഞ്ഞ ആണികൾ മുറുക്കുക, പേപ്പർ മാറ്റി വിരിക്കുക, ടിന്നുകളെല്ലാം പേരെഴുതി വയ്ക്കുക, തറ കഴുകുക. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ക്ലീനിങ് ആയിട്ടുള്ളത്, ദിവസം ചെയ്യുന്നത്, ആഴ്ചയിൽ ചെയ്യുന്നത്, അതുപോലെ വർഷത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, വായിക്കാനേ ഉള്ളൂ, വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് നിങ്ങൾ എഴുതാം. ഇത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഭാഷയിൽ തന്നെ എഴുതാം. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. താങ്ക് യു.